സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. സാറേ, നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടാതെ ഒരു പട്ടിയെ പോലെ അല്ല സാർ, ഒരു പട്ടി ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണോ സാർ? വള്ളി ട്രൗസറ്, ഞാനിപ്പോ റൊമാൻറ്റിക് മൂഡിലായതുകൊണ്ട് നിന്റെ പഞ്ചക്ക റോസാപ്പ് പോലെ എനിക്ക് തോന്നുന്നേ. ഇങ്ങോട്ട് വാടാ. ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. ഇവിടെ തന്നെ. അത് നോക്ക, അത് നോക്ക. വാണി. സാറേ, എന്താ സാർ ഇങ്ങനെ ആക്രമണം കാണിക്കുന്നേ? ആ ഫിഗറിന് വേണ്ടിയാണോ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഒരു പിടിയില്ല. കണ്ടോടാ എന്റെ വാണി, സൈഡിൽ നിന്ന് നോക്കുമ്പോ പൈനാപ്പിൾ പോലെയുണ്ട്. ഫ്രണ്ട് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലെയുണ്ട് സാർ. അല്ല, പാവയ്ക്ക പോലെ, വെണ്ടയ്ക്ക പോലെയുണ്ട് സാർ. നിന്നെ കൊണ്ട് സാമ്പാർ വെക്കാനടാ പറ്റൂ. പൈനാപ്പിൾ പൈനാപ്പിൾ പോലെയാടാ എന്റെ ആള്. പറയാ മത്തങ്ങ പോലെ ദൃഷ്ടി ചുറ്റിട്ട് നിന്റെ തലയിലെറിഞ്ഞ് പൊട്ടിക്ക. ഇപ്പൊ ശരിക്കും പപ്പാളിപ്പഴം പോലെയുണ്ട്. ഇങ്ങോട്ട് നോക്ക് വാണി. ഹായ്. എക്സ്ക്യൂസ് മീ സർ. വാണി, കണ്ടോടാ കണ്ടോടാ എന്റെ വാണിയെ. ഹലോ സർ. ഹായ് സർ. നിങ്ങളുടെ ഓർഡർ എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ സർ. എനിക്ക് വേണ്ടത് നിന്നെയാ. ഐ ലവ് യു. സർ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്തോളൂ. എടാ കണ്ടോ, അവൾ എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലടാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായി സാർ. സാർ, നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കവർ ചെയ്ത്. ഗുഡ് ഐഡിയ. എനിക്ക് 2 ബിരിയാണി, ഹാഫ് ലിറ്റർ തംസപ്പ്. ഓക്കെ സർ. ഇതെന്താ തൈരും ചോറോ? ഹാവ് എ ഗുഡ് ഡേ സർ. എന്താ സാറേ ഇത്? ബിരിയാണിയും തംസപ്പും ഓർഡർ ചെയ്താല് ഇവിടെ തൈരും ചോറും ചായയും കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. എടാ തവളേശ്വരാ, നീ കണ്ടില്ലേ വാണിക്ക് എന്നോട് എത്ര ഇഷ്ടമാണ്. വെയിൽ സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ച് ഹീറ്റ് ആവണ്ടെന്ന് വെച്ച് എപ്പോഴും ഞാൻ കൂൾ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൈരും ചോറ് കൊണ്ടുവന്നിരിക്കടാ. ചായ എന്തിനാ സാർ? വല്ലാതെ കൂളാവണ്ടെന്ന് വെച്ച് ചൂടുള്ള ഒരു ചായ. എന്തൊരു സ്നേഹോടാ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തവളേശ്വരാ, സ്വാമി, സ്നേഹത്തിനിടയ്ക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം മാത്രം ഉണ്ടായിരിക്കാൻ പാടൂ. നീ എന്റെ വാക്ക് കേട്ടെ തൈരും ചോറിൽ ചായ ഒഴിച്ച് ഇത് പ്രണയത്തിന്റെ പ്രസാദം എന്ന് വെച്ച് കഴിച്ചോളൂ. അങ്ങനെ എവിടെ സ്വാമി? ഇയാൾക്ക് എന്തു പറ്റി? ഇയാളുടെ പ്രേമം കാരണം ഞാൻ ചാവുന്ന തോന്നുന്നേ. തവളെ സ്വാമി, എന്റെ വാണി എവിടെടാ? അവള് പുറകുവശത്ത് കൂടെ പോയി 1/2 മണിക്കൂറായി സ്വാമി. അവള് പോയി എന്ന് അറിഞ്ഞിട്ടും എന്നോട് പറയാതെ നീ ഇവിടെ ഇരുന്ന് തൈരും ചോറില് ചായ ഒഴിച്ച് കഴിക്കുകയാണല്ലേ? അപ്പൊ നീ വിചാരിച്ചു ഞാനൊരു പ്രാന്തനാണെന്നല്ലേ? ഇന്ന് പിടിച്ചോ, പിടിക്കടോ. ഇന്ന് എങ്ങനെയെങ്കിലും എന്റെ ലവ് പ്രപ്പോസ് ചെയ്തേ പറ്റൂ. ഓക്കെ സാർ. എടാ, നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏടകൂടായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. സാർ, നിങ്ങൾ അവരെ കാണുന്ന എത്ര കഷ്ടപ്പെടുന്നു കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യാ സാർ? വരൂ സാർ, നമുക്ക് ചെന്ന് പ്രണയത്തെ കുറിച്ച് പറയാം. നമ്മുടെ പ്രണയമല്ലടാ, എന്റെ പ്രണയത്തെ കുറിച്ച്. ഇവിടെ എന്താ അന്നദാനാണോ കൊടുക്കുന്നത്? നമ്മുടെ രണ്ടുപേരും ചേർന്നിരുന്ന് കഴിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞോളാം. ഓക്കെ, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തന്നെ പോയി പറയൂ സാർ. വരൂ സാർ, നമുക്ക് ആദ്യം അകത്തേക്ക് പോകാം. വാണി, എന്റെ ലൗലി, എവിടെടാ എന്റെ വാണി? എവിടെ എവിടെ? അതെ അവിടെ. എന്റെ പേര് ചെമ്പകാക്ഷൻ, നിന്റെ പേര് വാണി. നമ്മൾ രണ്ടുപേരും ചേർന്ന കളർഫുൾ ആയ ഒരു ഹോളി. സിമ്പിൾ ആയിട്ട് ഞാൻ നിന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടിക്കോളാം ഒരു താലി. ഐ ലവ് യു എന്ന് പറയൂ വാണി. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കില്ല. വാണി, അന്ന് നീ റെസ്റ്റോറന്റ് എന്ന് ഓക്കെ പറഞ്ഞു, നന്നായി ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഒന്നും കേക്കില്ല എന്ന് പറയുന്നു. മര്യാദക്ക് ഐ ടു ലവ് യു പറയാ. നിനക്ക് ചെവി കേക്കില്ലേ? ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നി, ഇപ്പോഴാ ഡൗട്ട് ക്ലിയർ ആയത്. തൈരും ചോറിൽ ചായ ഒഴിച്ച് കഴിക്കുമ്പോ തന്നെ എന്നോട് പറയേണ്ടതല്ലായിരുന്നു. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. പ്രണയത്തിന്റെ ചെവിയൊക്കെ. ഐ ലവ് യു. അയാൾ നിന്നെ സ്നേഹിക്കുന്നു, കണ്ടിട്ട് നല്ലവനാണെന്നാ തോന്നുന്നേ. ഇയാളെ നീ കല്യാണം കഴിച്ചാൽ നിനക്കൊരു നല്ല ജീവിതം കിട്ടും. ഇയാളുടെ പ്രണയം സ്വീകരിക്കുവാണി. എനിക്ക് ഈ പ്രേമം ഒന്നും വേണ്ട. എനിക്ക് ഒരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം തൊട്ട് നമ്മള് ഒരുമിച്ചല്ല വളർന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് നിന്നെ വിട്ടിട്ട് പോവാൻ പറ്റില്ല. ഗീതയും മാനിയും പിരിയാണെങ്കിൽ അതെന്റെ ജീവൻ ഇല്ലാണ്ടാകുമ്പോഴാ. ഇതുപോലത്തെ ലവ് കാരണം ഒന്നും അല്ല.